നമസ്കാരം. കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു കിഴങ്ങിൻ്റെ ബജി ഉണ്ടാക്കും. അത് ഇപ്പം മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടാണ് ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കടലമാവ്, ഒരു സ്പൂണ് മൈദ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കണം. മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മസാലപ്പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നല്ലപോലെ കട്ടയില്ലാതൊന്ന് കലക്കിയെടുക്കണം. ചീനിച്ചട്ടി വെച്ച് ഇനി എണ്ണ ഒഴിക്കും. ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ടത് പൊള്ളി വരും. നന്നായിട്ടത് നല്ലപോലെ ഇതേണ്ടത് പപ്പടം പൊള്ളുന്നോട്ട് പൊള്ളി വരും. ആദ്യം ഇത് ശകലം ഉപ്പ് കിഴങ്ങ് അരിഞ്ഞ് കഴുകി വെച്ചിട്ട് ശകലം ഉപ്പ് വെക്കണം. അന്നേരം കിഴങ്ങിൽ ഉപ്പ് പിടിക്കുമ്പോൾ ഒന്നുകൂടെ സ്വാദം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. എന്നിട്ട് കുരുമുളകും മസാലയൊക്കെ ചേരുമ്പോൾ നല്ല സ്വാദുണ്ട്. അതിപ്പോൾ കുറച്ചുകൂടെ ഉണ്ട്, അതുകൊണ്ടിടാം. ഇപ്പോൾ പരിപ്പുവട പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. തവ റെഡിയായിരിക്കാം. മുളക് ബജി ഉണ്ടാക്കുക. ഈ ചേരുവ തന്നെ അതിന് ഈ കിഴങ്ങ് ബജി ഉണ്ടാക്കിയ ചേരുവ തന്നെ. ഇതിന് തക്കാളി ചമ്മന്തിയാണ് വേണ്ടിയത്. തക്കാളിയും മുളകും ഉള്ളിയും ചേർത്ത് അരച്ചിട്ട് വിനാഗിരി ഒഴിച്ച് അത് കൂട്ടിക്കഴിക്കണം. ഒരു ശകലം പോലും ഇതിൽ നിന്ന് വിട്ടു പോകത്തില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കും.
ഇത്രയും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോറുണ്ണാൻ പപ്പടം കാച്ചണം. ഗുജറാത്തിലെ പപ്പടം, ഇവിടുത്തെ പപ്പടമായത് കുരുമുളക് ചേരുന്ന പപ്പടമായത്, നല്ല പപ്പടമായത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പപ്പടം. ഒന്നമ്പഴ് മുളക് ബജി, കിഴങ്ങ് ബജി രണ്ടും റെഡിയായി. ഞങ്ങൾ കഴിക്കാൻ പോവാം. എല്ലാവരും കഴിക്കാൻ റെഡിയായി. 2 പേര് നിൽക്കുന്ന കണ്ടോ? ഇത് ആരിഷ് മോനും ഇത് കുട്ടു ചാനലിലെ കുട്ടൂസുമാണ് ഇത് നിൽക്കുന്നത്. റബിയുടെ കൂട്ട് നിൽക്കുന്നത് കണ്ടില്ലയോ? തല്ലിപ്പൊളി എടുത്ത്. ചേട്ടനപ്പുറത്ത് ഇരിപ്പുണ്ട്. ഹായ്. ഇനി നാളെ അടുത്ത വീഡിയോ കാണാം.